എറണാകുളം തൃപ്പൂണിത്തുറയിൽ 15 വയസ്സുകാരൻ ഫ്ളാറ്റിന് മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്ത സംഭവം. എന്തായാലും അതിൽ അന്വേഷണം ഇപ്പോൾ തുടരുകയാണ് പോലീസ്. സ്കൂളിലെ സീനിയർ വിദ്യാർത്ഥികൾ എന്നുള്ള റാഗിംഗ് കാരണമാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് കുടുംബം സംസ്ഥാന പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ കുട്ടി ക്രൂരമായ ശാരീരിക മാനസിക പീഡനത്തിനിരയായി എന്ന് പറയുന്നു. മിഹിറിന്റെ അമ്മാവൻ മുഹമ്മദ് ഷരീഫ് ഇപ്പോൾ നമുക്കൊപ്പമുണ്ട്. അദ്ദേഹത്തോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. നേരിട്ട് തന്നെ ഒന്ന് പറയാമോ, എന്താണ് മിഹിറിന് സംഭവിച്ചതെന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയത്? മിഹിർ, ഈ ഇൻസിഡൻറ്റ് ഉണ്ടായത് ജനുവരി 15-നാണ്. ഈ ഇൻസിഡൻറ്റ് ഉണ്ടായി കുറച്ച് ദിവസത്തിന് ശേഷമാണ്, അതായത് ഇവൻ്റെ ഫ്രണ്ട്സ് ത്രൂവും പിന്നെ അതേപോലെ മിഹിറിൻ്റെ പേരിൽ ഒരു ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന് പറഞ്ഞിട്ടൊരു ഫോറം, ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ക്രിയേറ്റ് ഉണ്ടായി. അത് 2 ഡേയ്സിൽ ഡിലീറ്റ് ആവുകയും ചെയ്തു. പിന്നീടാണ് നമ്മൾ ഈ ഗ്രൂപ്പിൽ ഉണ്ടായ ചാറ്റ് കാണാനും, അതായത് മിഹിറിൻ്റെ ഫ്രണ്ട്സ് നമ്മളോട് അവൻ ഷെയർ ചെയ്ത കുറച്ച് കാര്യങ്ങൾ, അവൻ സ്കൂളിൽ അനുഭവിച്ച കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറയുണ്ടായി. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായത് അവന് പിന്നെ സ്കൂളിൽ ഗോത്രൂ ചെയ്യേണ്ടി വന്ന ഈ എന്താ പറയുക, ഭയങ്കര ക്രൂരമായ ഈ റാഗിങ്ങിൻ്റെ സ്റ്റോറി നമ്മൾ അങ്ങനെയാണ് അറിയുന്നത്. അപ്പോൾ നമ്മളതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോൾ നമുക്കതിൻ്റെ ചാറ്റും ആ സ്കൂളിലുള്ള സ്റ്റുഡൻസിൻ്റെ ചാറ്റും അതേപോലെ അവൻ ബെസ്റ്റ് ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത്. അപ്പോൾ അതിൽ മെൻഷൻ ചെയ്യുന്നത് പറയാൻ ഭയങ്കര ഇടങ്ങാറുണ്ട്. അതായത് മെൻഷൻ ചെയ്തത് അല്ല, അപ്പോൾ ടീച്ചേഴ്സ് അത് മോണിറ്റർ ചെയ്യൂലേ പിള്ളേരെ വിദ്യാഭ്യാസത്തിന് അയക്കുന്നത്? അവരെ ആക്ടിവിറ്റി എന്താണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കറൻ്റ്ലി ഇപ്പോൾ അവർ ഏത് സ്റ്റേജിലാണുള്ളത്, എന്താണ് അവരെ പേർപ്പസ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇതിനൊക്കെയല്ലേ സ്കൂളിലേക്ക് അയക്കുന്നത്. അപ്പോൾ ഇവരൊന്നും ഇത് നോക്കൂലേ? അല്ല, സീരിയസ്ലി ചോദിക്കുക, ഇവരെ പിള്ളേരൊന്നും മോണിറ്റർ ചെയ്യൂലേ? അല്ല, പിന്നെ വേറൊരു കാര്യമുണ്ട്. പിന്നെ അത് മാത്രമല്ല, പിള്ളേർക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോദിക്കാനും പറയാനും പാരൻറ് അടിപൊളിയാണ്. ഏറ്റവും വലിയ പ്രശ്നം വേറെ ഒന്നുമല്ല, പാരൻറ്റിങ്ങിൻ്റെ പ്രശ്നം തന്നെയാണ്. എന്താണ് പ്രോപ്പറായിട്ട് പിള്ളേർ ഏത് മൈൻഡിലാണ് നിൽക്കണമെന്നുള്ളത് ഒന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതാണ്. ഇത് ആരും സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പിള്ളേരെ അങ്ങോട്ട് അയച്ചു വിടുക, സ്കൂൾക്കാർ നോക്കിക്കോളൂ. സ്കൂൾക്കാർ ഓരോടെ സാലറി ആയിരിക്കാനാണ്. ഇപ്പോൾ എന്നാലും ചുരുക്കം ചില പേരുണ്ട് ലൈക്ക് അതായത് പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇതൊന്നുമല്ല, ഇത് സാലറി മേടിക്കാൻ വേണ്ടി ചുമ്മാ മേലോട്ട് കയറി കഴിഞ്ഞാൽ കുറേ ടീമുണ്ട്. ആർക്ക് നഷ്ടമാണ്? ആ കുട്ടീൻ്റെ മൈൻഡ് ആലോചിക്കുക. ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ആ കുട്ടിയുടെ അത്രയും അവസ്ഥയിലായിരിക്കും, അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല.